അങ്ങനെ ആശീർവാദ് സിനിമാസിൻ്റെ യൂട്യൂബ് ചാനലിൽ ബറോസ് സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ വെർച്വൽ 3D എഫക്റ്റ് ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രെയിലറാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ ആ ഒരു എഫക്റ്റുകളൊക്കെ അറിയാൻ പറ്റും. ഡിസ്നിയുടെ പല സിനിമകളൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റാണ് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. സന്തോഷ് ശിവൻ്റെ സിനിമാറ്റോഗ്രാഫിയൊക്കെ ഈ ഒരു സിനിമയിൽ കിടിലനാവുമെന്നാണ് സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഈ ഒരു ട്രെയിലറിൽ ഏതെങ്കിലും ഒരു സീന് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്താൽ തന്നെ ഗംഭീര ക്വാളിറ്റി ആ ഒരു പിക്കിൽ നമുക്ക് കാണാൻ പറ്റും. വാസ്കോ ഡ ഗാമയുടെ അനന്തരാവകാശിയെ കാത്ത് ബറോസ് എന്ന ഭൂതം വർഷങ്ങളായിട്ട് ട്രെയിലറിൻ്റെ തുടക്കത്തിൽ പറയുന്നത് പോലെ ഡിഗാമ കൊട്ടാരത്തിനകത്ത് കാത്തിരിക്കുകയായിരിക്കും. പിന്നീട് ഡിഗാമയുടെ അനന്തരാവകാശിയായ ആ പെൺകുട്ടി ബറോസിനെ തേടി എത്തുന്നതും അതുപോലെ ഈ ഒരു നീതി കൈക്കലാക്കാൻ മറ്റ് ചിലർ വരുന്നതും അവരുമായിട്ട് ബറോസ് ഏറ്റുമുട്ടുന്നതൊക്കെ ആയിരിക്കാം സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ട്. ബറോസ് സിനിമയിലെ ലാലേട്ടൻ്റെ കഥാപാത്രത്തിൻ്റെ ഫ്ലാഷ് ബാക്ക് സീനായിരിക്കും ഇത്. കുറേ മാസങ്ങൾക്ക് മുമ്പ് ബറോസ് സിനിമയിൽ ഒരു ആനിമേഷൻ ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ഈ ഒരു ക്യാരക്ടറാണ്. സിനിമയിലുടനീളം ഈ ഒരു ക്യാരക്ടർ ലാലേട്ടൻ്റെ ഒപ്പം ഉണ്ടാവും. ഈ ഒരു ക്യാരക്ടറിൻ്റെ ആനിമേഷനൊക്കെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. ഇന്ത്യയിൽ വരുന്ന ഇപ്പോൾ പല പാൻ ഇന്ത്യൻ സിനിമകളിലും പ്രധാന പ്രശ്നമായിട്ട് പറയുന്നത് സിനിമയിലെ നായകൻ്റെ കഥാപാത്രം പ്രേക്ഷകനുമായിട്ട് ഇമോഷണൽ കണക്റ്റ് ഉണ്ടായില്ല. ലേറ്റസ്റ്റ് വന്ന കങ്കുവ സിനിമയിലാണെങ്കിൽ സൂര്യയുടെ ഒപ്പം അഭിനയിക്കുന്നൊരു കുട്ടിയുണ്ട്. ആ ഒരു കുട്ടിയും സൂര്യയുടെ ക്യാരക്ടറും തമ്മിൽ അത്ര ഇമോഷണലി കണക്റ്റ് ആയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ബറോസിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ബറോസ് എന്ന ക്യാരക്ടറും ആ ഒരു പെൺകുട്ടിയും തമ്മിൽ ഒരുപാട് ഇമോഷണൽ സീൻസ് ഈ ഒരു സിനിമയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധം ഇമോഷണലി പ്രേക്ഷകരുമായി കണക്റ്റായാൽ തന്നെ ഈ ഒരു സിനിമ വിജയമാണ്. എന്തായാലും മോഹൻലാൽ എന്ന ഡയറക്ടറിൻ്റെ ആദ്യ സംവിധാന സംരംഭം മികച്ച കലാസൃഷ്ടിയായിട്ട് മാറട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം.